ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് ശ്രീദേവി ബിന്ദു. ബിന്ദു അമ്മയുടെ പേരാണ്. ഞാൻ കല്യാണത്തിന് ശേഷമാണ് അമ്മയുടെ പേര് എന്റെ പേരിന്റെ കൂടെ. ഇപ്പോ ഞാൻ വിവാഹിതയല്ല, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. പിന്നെ എന്റെ സെക്ഷുവാലിറ്റി ക്വീർ ആണ്. ഞാൻ LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗമാണ്. പിന്നെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് അധ്യാപികയായിരുന്നു, പക്ഷെ അധ്യാപനം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോ ഞാൻ ഒരു ഓൺട്രപ്രണർ ആണ്. എനിക്ക് സ്വന്തമായിട്ട് 5 വർഷമായിട്ട് ഒരു പിടൂടു പീഡിക എന്നാണ് പേര്, ഒരു സംരംഭമുണ്ട്. കമ്മ്യൂണിറ്റി ഷോപ്പാണ്. അവിടെ 40ഓളം സ്ത്രീകൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി എന്റെ കൂടെ അല്ലെങ്കിലും അവരെ മാനസികമായിട്ടും പിന്നെ സ്പിരിച്വലിയും എന്റെ കൂടെയാണ്. അവരെല്ലാവരും അവരവരുടെ വീടുകളിലും സൗകര്യത്തിലും ഇരുന്ന് എനിക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കി തരും. ഞാൻ എക്സിബിഷൻസിനൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതാണ് എന്റെ ബിസിനസ്. പിന്നെ ഞാൻ പാലക്കാട്ടുകാരി തന്നെയാണ്. എന്റെ വീട് കുന്നത്തൂർമേടാണ്. അച്ഛനും അമ്മയും കുന്നത്തൂർമേടാണ് താമസിക്കുന്നത്. ഇത്രയാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടൂരി റെജീന എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഞാനൊരു ഇക്കോ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫെമിനിസ്റ്റും ഇക്കോ ഫെമിനിസ്റ്റിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇക്കോ ഫെമിനിസ്റ്റ് വിശ്വസിക്കുന്നത് സ്ത്രീയെ പോലെയാണ് പ്രകൃതി, അല്ലെങ്കിൽ പ്രകൃതി സ്ത്രീയാണ്. ഒരേപോലെ സ്ത്രീയും പ്രകൃതിയും ആണുങ്ങളാണ്, അല്ലെങ്കിൽ ആൺമേധാവിത്വമുള്ള സൊസൈറ്റിയാൽ, സമൂഹത്താൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ഒരേപോലെ സ്ത്രീയും പ്രകൃതിയും ഒരേപോലെ ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീയും പ്രകൃതിയും താരതമ്യപ്പെടുത്താം എന്നുള്ള ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഇക്കോ ഫെമിനിസ്റ്റ്.